റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ വൈറലായിട്ടുള്ള വൈറൽ ബൺ മസ്ക റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇതുപോലെ ചായയിൽ മുക്കിയിട്ട് തന്നെ കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഇറാനി ചായയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാറുള്ളത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഉരുകി കഴിയുമ്പോൾ ബണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബണ്ണിൻ്റെ മേൽഭാഗം അടിഭാഗം ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം അതുപോലെ മറ്റുള്ളതും ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ബണ്ണിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ബണ്ണുകളൊക്കെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ബണ്ണും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ക്രീം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ടെടുക്കാം. അപ്പോൾ ബട്ടർ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ചെയ്യരുത്. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കണം. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ബട്ടർ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലേശം വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊക്കെ നന്നായി ഉടയുന്നത് വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഏകദേശം ഇവിടെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ക്രീം ബണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ബണ്ണെടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ബണ്ണ് പൂർണ്ണമായും അരിഞ്ഞെടുക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് മാത്രം പിടിച്ച് വെച്ചിട്ട് ബാക്കി മുക്കാൽ ഭാഗത്തോളം നമ്മൾ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം അതിൽ ക്രീം പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സൈഡ് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി മുക്കാൽ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ ക്രീം വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റിൽ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബണ്ണിൻ്റെ കൂടെ ഒരു ഇറാനി ചായയും കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ബണ്ണിൻ്റെ കൂടെ ചായ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 3 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 2 സ്പൂൺ ചായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രോങ് തന്നെ ഉണ്ടായി വേണം കേട്ടോ ചായപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാല്, ഒരു പേക്ക് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലൊന്ന് ചൂടായി. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. പാലൊന്ന് കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ പാൽ തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം പാലൊക്കെ തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അതിലേക്ക് പാല് കാച്ചിയതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.